ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ ആർ യു ആൾ? ഞാനും ഫാമിലിയും ഇവിടെ അൽഹംദുലില്ലാ ഫൈനായിട്ടിരിക്കുന്നു. ഞാനൊരു ഈസി പീസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു സോസേജ് ഫ്രൈ. അപ്പം ആദ്യം സോസേജസ് ഒക്കെ എടുക്കുക. നന്നായി കഴുകിയിട്ടുണ്ട് ഞാൻ. ജസ്റ്റ് കഴുകിയതിന് ശേഷം ജസ്റ്റ് റൗണ്ടായി കട്ട് ചെയ്തെടുക്കുക. കുഞ്ഞു കുഞ്ഞായി സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് അത് എങ്ങനെ ഉണ്ടാവും വൃത്തിക്ക് കട്ട് ചെയ്തതിന് ശേഷം സോസേജ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ടും അല്ലാണ്ടെയും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ലൈക്ക് ഒന്നുകൂടെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ മസാലാസൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി. പിന്നെ നമ്മൾ ഒരു പാൻ എടുക്കുക, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ആയാലും നല്ലതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് സോസേജസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. സ്പൈസിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറച്ചും ഇടാം കേട്ടോ. ഇത് നല്ല എരിയുള്ള കുരുമുളക് ആവുകൊണ്ടാണ് ഞാൻ കുറച്ചിടുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. കാരണം ഇതിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് ഒരഗാനോ കൂടി ഇടുന്നുണ്ട്. ഒരഗാനോ കൂടി ഇട്ട് ഒരു ഹാഫ് ചിക്കൻ സ്റ്റോക്കും കൂടി ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്യുന്ന ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പില്ല, അൺസോൾട്ടഡ് ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കൊണ്ട് റെഡി ആയി കിട്ടും. പൊതുവേ സോസേജസ് പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അധികം സമയമേ വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സോസേജ് പല തരത്തിൽ ഉണ്ടാക്കാം. ഞാനിങ്ങനെ ഉണ്ടാക്കാറ്. നാട്ടിൽ നിന്നൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്തത്. ആദ്യം എനിക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിച്ച് നോക്കിയിട്ട് പിന്നെ ഇഷ്ടമായതാണ്. ചില സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടമുണ്ടാവില്ലല്ലോ, അങ്ങനെ ട്രൈ ചെയ്യണത്. പിന്നെ എനിക്ക് ഇഷ്ടമായി തുടങ്ങിയതാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ട് ഇഷ്ടമില്ലാത്തത് ചിലപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഇഷ്ടമുണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ. അയ്യോ പോകല്ലേ, ഒരു കാര്യം കൂടെ, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.